ലൈംഗിക ആക്ഷേപത്തിന്റെ പേരിൽ ഹണി റോസിന്റെ യുദ്ധപ്രഖ്യാപനത്തിന് വിരാമം. ഹണി റോസിനെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. വയനാട്ടിലെ ഫാം ഹൌസിന് മുന്നിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തതും. സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക, അത്തരം പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയെടുത്തതിൽ സന്തോഷമുണ്ടെന്നും ആശ്വാസമെന്നും നടി ഹണി റോസ് പറഞ്ഞു. നീതിക്കായാണ് തന്റെ പോരാട്ടമെന്നും അത് ഫലം കാണുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും കേസിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും DGPയും ഉറപ്പു നൽകിയിരുന്നുവെന്നും ഹണി റോസ് വ്യക്തമാക്കി. തന്റെ പ്രതികരണം കുറച്ചുകൂടി നേരത്തെ ആകണമായിരുന്നു എന്ന് തോന്നിയതായും ഹണി റോസ് പ്രതികരിക്കുകയും ചെയ്തു. ഒപ്പം ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ഹണി റോസിന് പിന്തുണയുമായി വന്നിരിക്കുകയാണ് ഫെഫ്കയും WCCയും. ഇത് ഹണി റോസിന്റെ യുദ്ധമാണ്. എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള, അവർക്കെതിരെയുള്ള ലൈംഗിക ചൂഷണത്തിനെതിരെയുമുള്ള യുദ്ധം. ഹണി റോസിന് പിന്നാലെ നടി മാലാ പാർവതിയും രംഗത്തു വന്നു. യൂട്യൂബ് വഴി മോശമായ രീതിയിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന് കാണിച്ചാണ് നടി മാലാ പാർവതി സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതേ തുടർന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. തുടർന്ന് ഇന്നുണ്ടായ ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് ഇതിനെല്ലാം ഒരു വഴിത്തിരിവായി മാറിയിട്ടുമുണ്ട്. സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് അശ്ലീല പരാമർശങ്ങളാലും അനാവശ്യ വർണ്ണനകളാലും സ്ത്രീത്വത്തെ അപമാനിക്കൽ തന്നെയാണെന്ന് പുതിയ ഉത്തരവ്. അനാവശ്യമായി ഇത്തരം വർണ്ണനകൾ നടത്തുന്നതും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗിക ചുവയോടെയല്ലെന്ന് കരുതാനാവില്ലെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ വ്യക്തമാക്കി. സഹപ്രവർത്തകയുടെ പരാതിയിൽ തനിക്കെതിരെ ആലുവ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട KSEB മുൻ ഉദ്യോഗസ്ഥൻ നൽകിയ ഹർജി തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതി ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് എല്ലാ സ്ത്രീകൾക്കുമുള്ള പിന്തുണയാണ് നൽകുന്നതും. മാത്രമല്ല, ഇത്തരം പ്രവണതകൾ കുറയാനും പരാതിയുമായി മുന്നോട്ടു പോകുന്ന സ്ത്രീകൾക്ക് കരുത്തും പകരുന്ന ഒന്നാണ്.